പട്ടം ഇടുന്നവരുണ്ട് ഇടാത്തവരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഇലക്ഷൻ സമയം ആയതുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള ഓരോ വർഗീയതപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ഇലക്ഷൻ തുടങ്ങുമ്പോഴത്തേക്കും അത് നല്ലൊരു സൗണ്ട് തന്നെയാണ് കേട്ടോ. എന്നിരുന്നാലും ചില സമയത്ത് നമുക്ക് ഭയങ്കര സ്വൈരക്കേടാണ്. അപ്പോൾ ഇന്നിപ്പോൾ വാഹന ഗതാഗതക്കുറിക്കും ഇല്ല കാര്യമായിട്ട്, ആളുകളൊക്കെ ലീവാണ്. പിന്നെ നാളെ ദീപാവലിയും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ദീപാവലി പണ്ട് ഭർത്താവ് വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ ഭാര്യ കാത്തിരിക്കും, അത് നേരം പുലരുവോളം കാത്തിരിക്കും കേട്ടോ. പക്ഷെ ഇന്നത്തെ ഭാര്യമാർ അങ്ങനെയാണോ? ഇന്നത്തെ ഭാര്യമാർ എന്ത് ചെയ്യും? ഭർത്താവ് വന്നിട്ടില്ലെങ്കിൽ വേഗം അവരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് കൂട്ടായ്മ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമത്തെ വീഡിയോ കോള് ചാറ്റിങ് ഇതിലൊക്കെ കയറിയിട്ട് അവർ സമയം കണ്ടെത്തും. അപ്പോൾ ഈ എന്താ പറയുക, അവിടെയാണ് ശരിക്കും നമസ്കാരം. ആദ്യം ഞാൻ ചോദിക്കുകയാണ്, നമുക്കൊക്കെ മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? മനസാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള മനുഷ്യനായിട്ടുള്ള എല്ലാവർക്കും അതുണ്ട്, മനസാക്ഷി. ചില ആളുകൾ അത് ഒളിപ്പിച്ച് വയ്ക്കും, ചില ആൾക്കാർ അത് തുറന്നു കാണിക്കും സമൂഹത്തിൽ. അപ്പോൾ ഇത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അതും ഇതും കൂടി ബന്ധമുണ്ടോ ഇല്ലേന്നല്ല കേട്ടോ. അവസാനം ചിലപ്പോൾ വല്ല ബന്ധം ഉണ്ടാവും. അപ്പോൾ ഈ മനസാക്ഷിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വേണ്ടാത്ത എന്തെങ്കിലും തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കൊലപാതകം, ക്രൂരമായിട്ടുള്ള വഞ്ചന, ക്രൂരമായിട്ടുള്ള അത് വേണ്ടാത്ത പരിപാടിയിൽ നിന്നും കൂടി കൂട്ടിക്കോ. അപ്പോൾ അതൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസാക്ഷി നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉറക്കം, അതായത് ഉറക്കം ഉണ്ടാവില്ല. നമുക്ക് ആകെ അസ്വസ്ഥതയാവും. പ്രധാനമായിട്ടും നമുക്കില്ലാത്തത് ഉറക്കം തന്നെയാവും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കും. അപ്പോൾ ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയണത് എന്നാവും. അപ്പോൾ അതല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മനസാക്ഷിയുടെ ഒരു പ്രത്യേകത ഇപ്പോൾ ഓരോ ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഏതാണെന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ട. നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, കാരണം ഒന്നാമത്തത് ഇപ്പോൾ കേരളത്തിൽ മുറുകിക്കൊണ്ടിരിക്കുന്ന രണ്ട് വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ മുറുകണത് ഹിജാബ്, അതായത് തട്ടം, ശിരോവസ്ത്രത്തെ കുറിച്ചിട്ടുള്ള വാർത്തകളാണ്. പിന്നെ രണ്ടാമത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണ്ണപ്പാളികളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മൂന്നാമത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്, റോഡിൻ്റെ മര്യാദകൾ പാലിക്കാൻ പറ്റാത്ത ആളുകൾ. അതിപ്പോൾ ഞാൻ ഇനി പ്രത്യേകം എപ്പോഴും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം തന്നെ പറയാം, നമ്മുടെ ഹിജാബിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. കലുഷിതമാക്കാൻ വേണ്ടി പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. ഈയൊരു വിവാദം എത്ര കാലം കത്തിച്ചു നിർത്താം എന്നാണ് പലരും ആലോചിക്കുന്നത്. എങ്ങനെ ഇതില്ലായ്മ ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് പകരം പ്രധാനമായും എനിക്ക് പറയാനുള്ളത്, ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. വിവാദങ്ങൾ വന്നാൽ അവയെ വളരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യുകയും ഒരു സ്കൂളിലെ മുസ്ലിം വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആ വിദ്യാർത്ഥിക്ക് ആ സ്കൂളിലുള്ള പഠനം മുടങ്ങുകയാണ്. അത് പിന്നീട് പ്രിൻസിപ്പലിൻ്റെ ഭാഷ്യമായി മാറുന്നു, പൊതു രാഷ്ട്രീയ വിഷയമാകുന്നു, വർഗീയവൽക്കരിക്കപ്പെടുന്നു.
അതിനെ കത്തിച്ചു നിർത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. وَلَتَجِدَنَّ أَقْرَبَهُمْ مَوَدَّةً لِلَّذِينَ آمَنُوا الَّذِينَ قَالُوا إِنَّا نَصَارَى. മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ സ്നേഹവും അടുപ്പവും കാണിക്കുന്നത് നസാറാക്കൾ എന്ന് പറയുന്നവരാണ് എന്നാണ്. അത് നമ്മുടെ അനുഭവത്തിലും നാം ധാരാളമായി കണ്ടിട്ടുള്ളതും ആണ്. മാത്രമല്ല, തലമറക്കുക എന്ന് പറയുന്നതിന് പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾ എതിർക്കാൻ സാധ്യത വളരെ കുറവാണ്. സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയും അവരുടെ കൂടെ ഉള്ള സ്ത്രീകളുമെല്ലാം തലമറച്ചിട്ടുണ്ട്. അപ്പൊ തലമറക്കൽ പരിശുദ്ധമാണ്, വിശുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരാണ്. അവരെങ്ങനെയാണ് തലമറക്കുന്നതിനെ എതിർക്കുക? 7 വയസ്സാകുമ്പോഴാണ് ഒരു കൽപ്പനാരൂപത്തിൽ കുട്ടികളോട് മതനിയമങ്ങൾ പറയുന്നത്. പ്രായപൂർത്തിയാകുമ്പോഴാണ് നിർബന്ധമായും ചെയ്യേണ്ടത് എന്നതുകൊണ്ട്. എന്നാൽ 10 വയസ്സാകുമ്പോൾ, അല്ലെങ്കിൽ ഇന്നലെ വരെ തെറ്റായ വഴിയിലൂടെ നടന്നിരുന്ന ഒരാള് ഇന്നു മുതൽ നന്നാകാൻ വിചാരിച്ചാൽ എന്തിനാണ് ഇന്നു മുതൽ നന്നാകുന്നത് എന്ന ചോദ്യത്തിനും അപ്പോൾ മൂപ്പർക്ക് പറയാനുള്ളത് ഇതാണ്. കാരണം മൂപ്പര് കാര്യങ്ങളും അതിൻ്റെ ഇതെല്ലാം നല്ല മുസ്ലിങ്ങളുണ്ട്, എന്നാൽ വൃത്തികെട്ട മുസ്ലിങ്ങളുണ്ട്. മറ്റേ ഏതൊരു ഇന്നലത്തെ വീഡിയോയിൽ ഒരു ഉസ്താദ് പറഞ്ഞ പോലെ തട്ടം ഇടുന്നവരുണ്ട്, ഇടാത്തവരുണ്ട്, മദ്യപിക്കുന്നവരുണ്ട്, മദ്യപിക്കാത്തവരുണ്ട്, അതേപോലെ തന്നെ മനസാക്ഷി ഉള്ളവരും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ ഈ ഹിജാബിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ശിവൻകുട്ടി മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, മൂപ്പര് 2 തട്ടിലാണ്. കാരണം അതിപ്പോൾ മറ്റുള്ള ചാനലുകാർ, അതായത് വാർത്താക്കാർ പറയുന്നുണ്ടോ ഇല്ലയെന്നല്ല കേട്ടോ, പക്ഷേ ഇവർ അതൊന്ന് മനസ്സിലാക്കിയെടുത്തത് ഇപ്പോൾ ഇലക്ഷൻ അടുക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷൻ അടുക്കുക എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മുടെ ഈ CPIM-ന് മുസ്ലിം വോട്ട് അത്ര അധികം കിട്ടുന്നത്. അപ്പോൾ മുസ്ലിം വോട്ടാണോ ഹിന്ദു വോട്ടാണോ ക്രിസ്ത്യൻ വോട്ടാണോ എന്നല്ല, ഇപ്പോൾ പരമാവധി അവരുടെ കൂടെ, അതായത് കാര്യങ്ങൾ നടക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വോട്ട് എന്തായാലും ചെയ്യും. അപ്പോൾ അതിനാണ് ഇപ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താണെന്നുള്ളത് മൂപ്പർക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രശ്നം. അതായത് വിദ്യാഭ്യാസമില്ലായ്മ എന്നും കൂടി പറയാം. അപ്പോൾ ആരും പൂർണ്ണമായിട്ടും വിദ്യാഭ്യാസം നേടുന്നില്ല. അപ്പോൾ അതിന്ന് വരുന്നൊരു എന്താ പറയുക പ്രത്യേകതയാണിത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ തട്ടം ഇടാത്തവരും ഇടുന്നവരും അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല. സ്ത്രീകൾ തട്ടമിടുന്നത് കാണാൻ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു ഐശ്വര്യമുള്ളൊരു കാഴ്ച തന്നെയാണ്. കാരണം അത് ആ സ്ത്രീത്വത്തിൻ്റെ ഒരു എന്താ പറയുക പകുതി തല മറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണത്. അത് ആദ്യം കൊണ്ടുവന്നത് ആരോ വെച്ച് കഴിഞ്ഞാൽ അതായത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളാണ്. അത് അവരുടേതായ രീതിയിൽ അത് അവരുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേട്ടോ, അതായത് യേശുദേവൻ ഉള്ളപ്പോൾ ഉള്ള ഒരു കാലത്തുള്ള സംഭവമാണത്. അത് നേരെ അതായത് ഇപ്പോൾ ഉള്ള മുസ്ലിങ്ങളായ ആളുകൾ അത് നേരെ അവരത് നേരെ എടുത്ത് അവരുടേതായ ഭാഷയിലും വിശ്വാസത്തിലും ആ ജീവിത ശൈലിയിലൊക്കെ കൊണ്ടുവന്നു. തീർച്ചയായിട്ടും അതാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ ആർക്കും ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു അർത്ഥം അറിയില്ല. ഒക്കെ വെറുതെ വളവളാന്ന് പറയാണ്. ഇപ്പോൾ ഞാനടക്കം വെറുതെ വളവളാന്ന് പറയാം. ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം ആർക്കും അറിയില്ല, വെറുതെയാണത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതാണ് നല്ലത് ആ നല്ലതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുക. ഇപ്പോൾ തട്ടം ഇടുന്നവരുണ്ട് ഇടാത്തവരുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിലിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഇലക്ഷൻ സമയം ആയതുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള ഓരോ വർഗീയതപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി അല്ലെങ്കിൽ ഇലക്ഷൻ തുടങ്ങുമ്പോഴത്തേക്കും ഇത് പകുതി വെച്ച് നിർത്താനുള്ള പരിപാടി ഉണ്ടാവും. അതാണിപ്പോൾ ശരിക്കും കാണുന്നത്. കാരണം ഇത് കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത് വാർത്താ ചാനലുകാരാണ്, മലയാളം ന്യൂസുകാർ നമ്മുടെ കേരളത്തിലെ. അപ്പോൾ ഇത് കൂടുതൽ ആ കുട്ടിയുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ രൂക്ഷാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ സ്കൂളിൻ്റെ നിബന്ധനയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇന്നലെ ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
അവിടെ 150-ൽ പരം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു കുട്ടി മാത്രം ഇങ്ങനെ ചെയ്തു വരുമ്പോൾ അവർക്കത് പ്രശ്നം തന്നെയാണത്. അപ്പോൾ അവിടുത്തെ നിയമങ്ങൾ പാലിക്കുകയാണെങ്കിൽ ഏതൊരു സ്കൂളിലും അതിൻ്റേതായൊരു നിയമമുണ്ട്. അപ്പോൾ അവനവന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള യൂണിഫോം ഇട്ട് വരാൻ പറ്റില്ലല്ലോ, അതിനൊക്കെ ഓരോ ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ദിവസത്തിന് അനുസരിച്ചുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ട് വരിക, അതല്ല ഏറ്റവും നല്ല ഉചിതമായ വിദ്യാഭ്യാസം. അല്ലാതെ അവർക്ക് തോന്നുന്ന പോലെ നടക്കാനും ഇരിക്കാനും പറ്റുന്നൊരു സ്ഥലമാണ് സ്കൂള്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വിദ്യ പകർന്നു കൊടുക്കുന്ന അധ്യാപകരായിട്ടുള്ളൊരു എന്താ പറയുക പ്രസ്ഥാനമാണ് സ്കൂള്. അപ്പോൾ അവിടെ അവരുടേതായ രീതിയിലുള്ള ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക അധികാരം കാട്ടുക, അതൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ്. അപ്പോൾ കൂടുതലും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് വാർത്തയിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ ആ മാതാപിതാക്കൾ തന്നെ സ്വയം എന്താ പറയുക ഒന്ന് ക്ഷമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ പഠിക്കാനോ പഠിപ്പിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, അല്ലാതെ നാട്ടുകാരോ വാർത്താ ചാനലുകാരോ അല്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം എടുത്ത് മനസ്സിലാക്കണം. കാരണം ഈ വാർത്താക്കാർക്കും ചാനലുകാർക്കും എന്താണോ വേണ്ടത്, അവർക്ക് ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ല നിങ്ങളുടെ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കാനോ നിങ്ങൾക്ക് പരിരക്ഷ തരാനോ നിങ്ങൾക്ക് സമാധാനം തരാനോ അല്ല ഈ വാർത്താ ചാനലുകാർ നടക്കുന്നത്. കേരളത്തിൽ ഇത്രയും കാലം വരെ നടന്നിട്ടുള്ളത് പോയി. ഇപ്പോൾ ശബരിമല വിഷയം തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിന് മുന്നേ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സരിത ഒരു CD ഒളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് പോയൊരു വാർത്ത നമ്മളെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ റീച്ച്, ചാനലിൻ്റെ റേറ്റിംഗ് മാത്രമാണ്. ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത മലയാളികളാണ് നമ്മൾ. അപ്പോൾ പരമാവധി ഇപ്പോൾ 2 കുട്ടികൾ അവിടുന്ന് പിരിഞ്ഞു പോകണു, TC വാങ്ങി പോകണു എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ നിങ്ങളുടെ കുട്ടിക്കാണ് വരിക പേര് ദോഷം. ഇപ്പോഴത്തെ കാലഘട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാം. കാരണം വിദേശത്തുള്ള ആൾക്കാരും കൂടി കേരളത്തെക്കുറിച്ചിട്ടുള്ള ഇപ്പോൾ എന്താ പറയുക പുച്ഛിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയും വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസം. അപ്പോൾ ഇതാണ് നമ്മൾ വിവരമില്ലാത്ത ആൾക്കാരെ ഓരോ സ്ഥാനത്ത് ഇരുത്തി കഴിഞ്ഞാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറമുള്ള സംഭവങ്ങളും നമ്മുടെ കേരളത്തിൽ ഇനി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ശബരിമല വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിട്ടുള്ള എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശയ്ക്ക്, അതായത് സേട്ടുമാരെ പരിപാടി ഉണ്ട് എന്നാണ്, സ്ഥലം ഇടപാടുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലും വേറെ കുറേ ആളുകളുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ അതാ ചോദിക്കണത്, ഇവർ ഈ ഇലക്ഷൻ കഴിയുന്നതിന് മുന്നേ ഈ പരിപാടി തീർക്കുമോ? കാരണം ഇതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഒരു എന്താ പറയുക നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മുടെ ജനങ്ങൾക്ക് അറിയില്ലേ? പക്ഷെ വാർത്താക്കാർക്ക് അറിയാം അവരെന്താണ് ചെയ്യണത്, എന്തിനാണ് ഇത് ചെയ്യണതെന്നൊക്കെ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെട്ടിലായി എന്നും കൂടി പറയാം. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങനെ ഒറ്റയ്ക്ക് എന്തായാലും ഉള്ളിൽ പോകാനുള്ള ചാൻസ് ഇല്ല. കൂടെ കുറച്ച് ആളുകളും കൂടി വരും. അത് എന്തായാലും കൊണ്ടുപോകും, അല്ലെങ്കിൽ അയാൾ ഭൂമിയിൽ നിന്ന് മരിക്കും. അതാണ് ഉണ്ടാവുക ശരിക്കും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പറഞ്ഞു വരുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിരുന്നാലും പറയാനുള്ളതൊക്കെ പറയണം, എന്നാലേ മനസ്സിനൊരു സുഖം കിട്ടുള്ളൂ. ഇതിൽ ഇന്നിപ്പോൾ ഒരു അറുങ്കൊല കേട്ടു. ഒരു ഭർത്താവ്, അന്യസംസ്ഥാന തൊഴിലാളി ഭാര്യയെ കഴുത്ത് ധരിച്ച് കൊന്നു. എന്നിട്ട് ആ മൃതശരീരം ആ വീടിൽ തന്നെ ജോലിക്ക് വന്ന വീടിൽ തന്നെ വീടിൻ്റെ പിൻഭാഗത്ത് കുഴിച്ചു മൂടി എന്നൊക്കെ കേട്ടു. അപ്പോൾ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അൽപ്പന എന്ന് പറഞ്ഞ ഈ സ്ത്രീക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ അൽപ്പനയ്ക്ക് മാത്രമല്ല ഇവിടെ അവിഹിത ബന്ധം ഉള്ളത്. നിരവധി നമുക്ക് വിരലിൽ എണ്ണാവാൻ പറ്റാത്തതോടത്തോളം സ്ത്രീകളുണ്ട് നമ്മുടെ കേരളത്തിൽ. ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഇതേപോലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, നല്ല സുഹൃത്തുക്കളായിരിക്കാം,
ഒപ്പം പഠിച്ചവരായിരിക്കാം, ഒപ്പം പഠിക്കാത്തവരായിരിക്കാം, വഴിയിൽ നിന്ന് കണ്ട് പരിചയപ്പെട്ട സുഹൃത്തുക്കളായിരിക്കാം, പല പല വ്യത്യസ്തമായ രീതിയിലുള്ള സുഹൃത്തുക്കളായിരിക്കാം. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ വിവാഹം കഴിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ അധികമുള്ള ആളുകളൊക്കെ പറയുന്നത് പിന്നെ എന്താ പറയുക, കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ടാണ് എന്നാ പറയുന്നത്. അല്ല, അത് അവരെ ചിന്താ വിഷയം കേട്ടോ, നമ്മളതിലൊന്നും പറയുന്നില്ല. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിവാഹം കഴിക്കുന്നത് നമുക്ക് മറ്റൊരു തലമുറ നേടാൻ വേണ്ടിയിട്ടും ആ തലമുറയിൽ നമുക്ക് സന്തോഷം, ജീവിതത്തിൻ്റെ മറ്റൊരു ഭാഗം പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുമാണ്. അത് പല രീതിയിലുണ്ട് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ഒരാൾ കടന്നു വരുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഉണ്ടാവുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മൂന്നാമത്തെ ഒരാൾ, അപ്പോഴാണ് നമുക്ക് ഒന്നും കൂടി ജീവിതത്തിൽ ഒരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ജീവിതം, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നാലാമത്തെ ഒരാൾ, അതായത് നമ്മുടെ കുടുംബത്തിൽ കുട്ടി വന്നിട്ടും എന്നിട്ടും ഭർത്താവിൻ്റെ സ്നേഹമോ ലാളനയോ കിട്ടിയിട്ടും കിട്ടാതെ പോകുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കിട്ടിയിട്ടും കിട്ടാതെ പോയവർക്കും വേണ്ടിയിട്ടുള്ളൊരു പാഠം ഇതുപോലെ പല പല എന്താ പറയുക കൊലപാതകങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇതൊന്നും പഠിക്കാതെ എൻ്റെ വിഷയം, എൻ്റെ രഹസ്യം ആരും അറിയില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കൂടുതലും അവിഹിതം നടക്കുന്നതും നടത്തുന്നതും. അപ്പോൾ ഒരിക്കലും ഇത് എല്ലാവരും അറിയും എന്നുള്ളൊരു ബോധം വേണം. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാവരെയും അധിക്ഷേപിച്ച് പറയാന്നല്ല കേട്ടോ, എനിക്കിപ്പോൾ അത് ഇല്ലാഞ്ഞിട്ടുമല്ല. പക്ഷേ നമ്മളിത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴാണല്ലോ മലയാളിയുടെ കണ്ണ് തുറക്കുക, അതേപോലെ അധികാരികളുടെ കണ്ണ് തുറക്കുക. അപ്പോഴൊക്കെയാണ്. എന്നാൽ അവർക്കുണ്ടായിരിക്കാം. അപ്പോൾ അവിഹിതം ഇല്ലാത്തവരാരുമില്ല ഈ കേരളത്തിൽ, ലോകത്തിൽ ആരുമില്ല. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ അവിഹിതം എന്ന് പറയുന്നത് നമ്മളെ ഭർത്താവിനെ, നമ്മുടെ കുടുംബത്തെ, കുട്ടികളെ പിന്നെ മനസ്സിലാക്കാതെ പോണൊരു സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റം മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുക തന്നെ വേണം. എങ്ങനെയാണ് സ്നേഹിക്കുക വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു നേരത്തെ പണ്ട് ഭർത്താവ് വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ ഭാര്യ കാത്തിരിക്കും. അത് നേരം പുലരുവോളം കാത്തിരിക്കും കേട്ടോ. പക്ഷെ ഇന്നത്തെ ഭാര്യമാർ അങ്ങനെയാണോ? ഇന്നത്തെ ഭാര്യമാർ എന്ത് ചെയ്യും? ഭർത്താവ് വന്നിട്ടില്ലെങ്കിൽ വേഗം അവരുടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ അവരുടെ വാട്സപ്പ് കൂട്ടായ്മ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമത്തെ വീഡിയോ കോള്, ചാറ്റിങ്, ഇതിലൊക്കെ കയറിയിട്ട് അവർ സമയം കണ്ടെത്തും. അപ്പോൾ ഈ എന്താ പറയുക, അവിടെയാണ് ശരിക്കുള്ള അനാവശ്യ സൗഹൃദങ്ങളുടെ തുടക്കം തുടങ്ങുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭർത്താവിൻ്റെ ഒരു ലാളനയോ സ്നേഹമോ ഒന്നും കിട്ടാതെ ആകുമ്പോഴാണ് ഇതുപോലുള്ള ചതി പോയി പെടുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഒരു സുഹൃത്ത് അല്ലെങ്കിൽ അപരിചിതനായ ഒരാൾ നിങ്ങളുടെ പരിചയപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ശരീരത്തിന് വേണ്ടിയിട്ടുള്ളൊരു പിന്നെ പരിചയപ്പെടൽ തന്നെയാണ് ഇപ്പോഴത്തെ കാലത്ത്. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഒറിജിനൽ സൗഹൃദത്തിന് വേണ്ടിയിട്ട് ഒരാളും ഇപ്പോൾ പണി കളഞ്ഞിട്ടോ ഇല്ലെങ്കിൽ അവരുടെ സമയം കളഞ്ഞിട്ടോ ഒരിക്കലും വരില്ല, ഒരിക്കലും വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇപ്പോഴത്തെ പെൺകുട്ടികളടുത്ത് നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെക്കാട്ടിലും അല്ലെങ്കിൽ വീട്ടിലത്തെ അച്ഛൻ്റെയോ അമ്മയുടെയോ അനിയത്തിയുടെയോ സഹോദരൻ്റെയോ പിന്നെ ആരുടെയോ പിന്നെ സ്നേഹത്തിനല്ല അവിടെ വില, അവിടെ പുറത്തുനിന്ന് വരുന്ന അനാവശ്യമായ ബന്ധങ്ങൾക്കാണ് വില. അതുകൊണ്ടിപ്പോൾ ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ പാടില്ല എന്നല്ല കേട്ടോ, ഉണ്ടായിരിക്കാം നല്ല. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തട്ടിട്ടവരുണ്ടാവും, തട്ടിടാത്തവരുണ്ടാവും. നല്ല കുട്ടികളുണ്ട്, വേണ്ടാത്ത കുട്ടികളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ തലമുറ എങ്ങനെയാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ സ്കൂളിലേക്കാണ് കോളേജിലേക്കാണെന്ന് പറഞ്ഞു പോകും. അവർ എവിടെയാണോ ഏത് ഭാഗത്താണോ ഒന്നും അറിയില്ല, ഏത് ആളുടെ കൂടെയാണോ, സ്കൂളിലാണോ ക്ലാസ്സിലാണോ ഒന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഈ മാറ്റങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഈ പിന്നെ അവർ എവിടെയാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സിസ്റ്റങ്ങൾ പല പല വലിയ വലിയ സ്കൂളുകളിലുണ്ട്. കുട്ടികൾ കയറിക്കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ഫോണിലേക്ക് മെസ്സേജ് വരും, അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ വരും. കാരണം അത്രയും സമയം അവർ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് അവിടെ കൊടുക്കുന്നത്. ഇപ്പോഴത്തെ പല സ്കൂളിലും കോളേജിലും ഇല്ല. അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ബാഗ് പോലും ഒന്ന് പരിശോധിക്കാനുള്ള സമയം കൂടിയും അച്ഛനും അമ്മയ്ക്കും ഇല്ല. ഇപ്പം എങ്ങനെയൊക്കെയാണ് കൂടുതലും അവിഹിതത്തിലേക്ക് പോണത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല.
അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റം വരുത്തുകയാണെങ്കിൽ, മാറ്റം നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ പല പല അവിഹിതങ്ങളും കുറയാൻ പറ്റും. പക്ഷേ ഈ ഞാൻ പ്രത്യേകിച്ച് ഇനി സർക്കാരിൻ്റെ കാര്യം പറയാതല്ലോ, സർക്കാർ ഇതിനൊക്കെ ഉത്തരവാദിയാണ്. കാരണം ഈ ഭരണ വകുപ്പ് ഏത് രീതിയിലാണ് ഭരിക്കണമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് കുറേ ആളുകൾ അതിന് കൂട്ടു നിൽക്കുന്നുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പ്രത്യേകം എടുത്ത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിപ്പോൾ നീ ആരാ ഇതൊക്കെ പറയാൻ എന്ന് ചോദിക്കരുത്. കാരണം സാഹചര്യങ്ങൾ നമ്മളെ തേടി വരും. അപ്പോൾ നമ്മൾ ഈ സാഹചര്യങ്ങൾ അന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ പിന്നെ 2020 മോഹൻലാൽ മമ്മൂട്ടിയോടൊരു ഡയലോഗ് പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഇതിനൊരിക്കൽ നിങ്ങൾ കണ്ണീരൊടുക്കും എന്ന് പറഞ്ഞ പോലെ നമ്മളൊരിക്കൽ ഇതിനു വേണ്ടി കണ്ണീരൊടുക്കും. അതായത് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ അറിയാതെ ആണെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിലും നമ്മളതിന് ചെവി കൊടുക്കാതെ കണ്ണ് കാണാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് തീർച്ചയായിട്ടും ദുഃഖിക്കും. അപ്പോൾ ഇതും പിന്നെ എന്താ പറയുക, ഹിജാബ് വിഷയം പോലെ തന്നെയാണിത്. ഇപ്പോൾ ഇവിടെ പിന്നെ കേരളത്തിൽ കൂടുതലും പിന്നെ അതായത് കാണുമ്പോൾ എല്ലാവരും നല്ലവരാണ്. പിന്നെ അതിപ്പോൾ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആരായാലും കാണുമ്പോൾ എല്ലാവരും നല്ലവരാണ്. പക്ഷേ അവർ കുറച്ച് നേരം അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ഏതോ ഒരു ലോകത്താണ്. കാരണം എൻ്റെ അതിൽ മതങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും ആരും പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് നമ്മുടെ മണ്ണാർക്കാടിൽ ഇന്നല്ല കേട്ടോ, ഇപ്പോൾ 2 ദിവസമായിട്ട് ഹെയർ ഹോണ് വല്ലാണ്ട് അടിക്കുന്നില്ല. ബസ്സുകാർ അതേമാതിരി ലോറിക്കാർ ഇവരൊന്നും കാര്യമായിട്ട് അടിക്കുന്നില്ല. ഇപ്പോൾ ഹോണിൻ്റെ ശബ്ദം കീക്കി എന്ന് മാത്രം. അപ്പോൾ അത് നല്ലൊരു സൗണ്ട് തന്നെയാണ് കേട്ടോ. എന്നിരുന്നാലും ചില സമയത്ത് നമുക്ക് ഭയങ്കര തൊയിരക്കടാണ്. അപ്പോൾ ഇന്നിപ്പോൾ വാഹന ഗതാഗതക്കുരുക്കില്ല കാര്യമായിട്ട്. ആളുകളൊക്കെ ലീവാണ്. പിന്നെ നാളെ ദീപാവലിയും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. ഈ ദീപാവലിയുടെ പ്രത്യേകത ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കൂടുതൽ മധുരം കൊടുക്കുക, എന്നിട്ട് നമുക്ക് സന്തോഷമാവുക, എന്നിട്ട് ആ സന്തോഷം മുഴുവൻ നമ്മൾ ആശുപത്രി കൊണ്ടുപോയിട്ട് കൊടുക്കുക. അതാണ് ഇപ്പോഴത്തെ ഒരു ദീപാവലി. അപ്പോൾ ദീപാവലി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ വലിയ പ്രത്യേകത അല്ല. എന്നിരുന്നാലും ദീപാവലി തമിഴ്നാട്ടിലാണ് കൂടുതലും. അപ്പോൾ പരമാവധി നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നാണ് എൻ്റെ ഈ ഒരു വാക്ക്. അതുകൊണ്ട് ആരും എന്താ പറയുക, റോഡിൽ അപമര്യാദയായിട്ട് പെരുമാറരുത്. മാന്യമായിട്ട് വാഹനം ഓടിക്കാൻ ശ്രമിക്കുക.